സെന്റൻസിനെ നാലായിട്ടാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമ്പർ 1 നമ്മൾ നമ്മുടെ സെന്റൻസിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ. അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ഇംപെറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഇങ്ങനെ നാലായിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നാലായിട്ടാണ് സെന്റൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ, അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, മൈ നെയിം ഇസ് ശ്രീകല, ഓക്കെ, പിന്നെ ഹി വെന്റ് ടു ദുബായ്, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് ഇല്ലേ, ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിക്കേ, ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്? അതായത് ഇന്ററോഗേഷൻ. എന്താ ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ? ചോദ്യം ചെയ്യൽ അല്ലെ. നമ്മുടെ പോലീസൊക്കെ ഇന്ററോഗേഷൻ, ചോദ്യം ചെയ്യാന്ന് പറയും. അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലുള്ള സെന്റൻസസ് ആണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. അതായത് വാട്ട് ഈസ് യുവർ നെയിം, വേർ ആർ യു ഗോയിങ്, വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്, വെൻ വിൽ യു ബി കമ്മിങ്, അല്ലെ. ഇതെല്ലാം ചോദ്യങ്ങളാണ്, ഇതിനൊക്കെ ഒരു ഉത്തരം ഉണ്ടാവും അല്ലെ. അപ്പം അതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്താണ്? അത് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. കേട്ടോ, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. ഇനി അപ്പൊ ഇന്ററോഗേറ്റീവ് കഴിഞ്ഞു, അസർട്ടീവ് ഡിക്ലറേറ്റീവ് കഴിഞ്ഞു. അടുത്തത് ഇംപെറേറ്റീവ് സെന്റൻസസ്. ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കമാൻഡ് അല്ലെങ്കിൽ സിമ്പിൾ റിക്വസ്റ്റ്. അതാണ് ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. സിമ്പിൾ കമാൻഡ്, അതായത് പ്ലീസ് പാസ് മീ ദ ബുക്ക്, പ്ലീസ് കം വിത്ത് മീ, ഓക്കെ, സിറ്റ് ഡൗൺ, ഡോണ്ട് മേക്ക് നോയ്സ്. ഇതെല്ലാം എന്താണ്? ചെറിയ ചെറിയ കമാൻഡ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ റിക്വസ്റ്റ് ആണ്. അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഈ ഇംപെറേറ്റീവ് സെന്റൻസസ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ എന്ന് പറയാനല്ല, യൂഷ്വലി ഫുൾ സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസസ്, അതിശയോക്തി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ, ദ പ്ലേസ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ ശരിക്കും സ്ഥലം കാണാൻ നല്ലതാണ്, പക്ഷെ ഒരു ഔൺസ് അതിശയോക്തി, ഭയങ്കര ഭംഗി എന്നൊക്കെ പറയില്ലേ, അപ്പം ഒരു ഔൺസ് അതിശയോക്തി വരുന്നതാണ് എന്ത്? exclamatory sentences. Okay, exclamatory sentences. The king was so strong, അല്ലെങ്കിൽ the king was so brilliant അല്ലേ. അപ്പോൾ അതൊക്കെയാണ് exclamatory sentences എന്ന് പറയുന്നത്. Exclamatory sentences are followed by an exclamation mark. Okay, exclamation mark. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഫസ്റ്റ്